കേരളത്തിലെ ഹിന്ദു സമൂഹം നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടത്തിന് സജ്ജരാകണമെന്ന വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഭിനു സുരേഷ് ആവശ്യപ്പെട്ടു. അച്ഛനായതിന്റെ സന്തോഷം പങ്കിടുന്ന മുസ്ലിം സഹോദരനെ പോലും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് ജിഹാദികൾ സംസ്ഥാനത്ത് വളർന്നിരിക്കുന്നു. സമസ്ത മേഖലയും ഇവർ കൈയടക്കി. ഒരു ബാക്കിപത്രമെന്നോളം ഭാരതത്തിലുടനീളം സംഭവിച്ചിട്ടുള്ള ഹൈന്ദവ നവോത്ഥാനത്തിന്റെ, ഹിന്ദു ഏകീകരണത്തിന്റെ, ഹിന്ദു സമാജ രൂപീകരണത്തിന്റെ ഒരവസ്ഥയില് ആണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ 60-ാം വർഷം. വ്യാപാര, വ്യവസായ, ഉദ്യോഗസ്ഥ, തൊഴിൽ മേഖലകളിലടക്കം ഹിന്ദുക്കൾ പിന്തള്ളപ്പെടുകയും ക്രിസ്ത്യൻ പള്ളിയും ക്ഷേത്രവും ജനവാസ കേന്ദ്രങ്ങളും വരെ വഖഫ് സ്വത്തായി മാറ്റപ്പെടുന്ന അവസ്ഥയിലെത്തിയ സ്ഥിതിയായെന്നും സംഘടിത വോട്ട് ബാങ്കിൽ കണ്ണും നട്ട് ഇടതു വലത് രാഷ്ട്രീയ പാർട്ടികൾ ജിഹാദികൾക്ക് കൂട്ടുനിൽക്കുന്ന സ്ഥിതിയാണ് കേരളത്തിൽ സംജാതമായിട്ടുള്ളത്. പിറന്ന മണ്ണിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ട കശ്മീരി പണ്ഡിറ്റുകളുടെയും ബംഗ്ലാദേശി ഹിന്ദുവിന്റെയും അവസ്ഥയാണ് ഇവിടുത്തെ ഹിന്ദുക്കളെ കാത്തിരിക്കുന്നതെന്നും അഭിനു സുരേഷ് പറഞ്ഞു. മൂവാറ്റുപുഴയിൽ പ്രഖണ്ഡതല ഹിന്ദു മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വെള്ളൂർക്കുന്നം കരയോഗം ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം ശ്രീരാമകൃഷ്ണാശ്രമം സ്വാമി അക്ഷയാത്മാനന്ദജി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. വിശ്വ ഹിന്ദു പരിഷത്ത് പ്രഖണ്ഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജി എം ജി അധ്യക്ഷനായിരുന്നു. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഹിന്ദു സഹോദരങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി താലൂക്ക് യൂണിയൻ ജോയിന്റ് സെക്രട്ടറി SR അജയ്കുമാർ, KPMS താലൂക്ക് സെക്രട്ടറി MP തങ്കപ്പൻ, NSS കരയോഗം പ്രസിഡന്റുമാരായ കൃഷ്ണകുമാർ മാരിയിൽ, S ബാലചന്ദ്രൻ, കർഷകൻ ദേവദാസ് കടക്കോട്, കവി ജയകുമാർ വാഴപ്പിള്ളി, കർസേവകൻ രമേശ് പുളിക്കൻ, ഭക്തിഗാനം എഴുതി ആലപിച്ച ഓമനച്ചെല്ലപ്പൻ എന്നിവരെയാണ് ആദരിച്ചത്. നൃത്താവരണം നടത്തിയ ശ്രീബാല S മേനോന് ഉപഹാരം നൽകി. ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മോഹൻകുമാർ PB സ്വാഗതവും പ്രഖണ്ഡ് വൈസ് പ്രസിഡന്റ് രാജൻ TK നന്ദിയും പറഞ്ഞു. ജില്ലാ സെക്രട്ടറി മനോജ് B നായർ, ജോയിന്റ് സെക്രട്ടറി അശോക് കുമാർ PN, മാതൃശക്തി സംയോജിക ഗംഗാ രവീന്ദ്രൻ, സമ്പർക്ക പ്രമുഖ് രമേശ് B കാവന തുടങ്ങിയവർ നേതൃത്വം നൽകി.